ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് +2 മാത്തമാറ്റിക്സിൽ ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ of all the books in a library of a college given by r equal to xy such that x and y have the same number of pages is an equivalence relation. എന്താണ് ഇക്വലന്റ് റിലേഷൻ്റെ കണ്ടീഷൻ? നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആവണം, സിമെട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവണം. ഇത് മൂന്നുമാണെങ്കിൽ അത്തരം റിലേഷൻസിനെയാണ് നമ്മൾ ഇക്വലൻസ് റിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ആർ ഇതാണ്, എക്സ് ആൻഡ് വൈ ഹാവ് ദ സെയിം നമ്പർ ഓഫ് പേജസ് എന്നാണ് പറയുന്നത്. ആദ്യം നമുക്ക് റിഫ്ലെക്സീവ് നോക്കാം. എക്സ് ബിലോങ്സ് ടു ആർ, സെയിം ബുക്ക് തന്നെ അവിടെ ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, സോ അതിന് രണ്ടിനും സെയിം നമ്പർ ഓഫ് പേജസ് അല്ലേ ഉണ്ടാവുക. ബുക്സ് എക്സ് ആൻഡ് ബുക്ക് എക്സ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് പേജസ്, രണ്ടിനും ഒരേ പേജ് നമ്പർ തന്നെ ഉണ്ടാവുക സെയിം ബുക്ക് ആകുമ്പോൾ. സോ വിച്ച് ഈസ് ഓൾവേസ് ട്രൂ, ഇത് എപ്പോഴും ട്രൂ ആണ്. അപ്പോൾ നമുക്ക് പറയാം ആർ ഈസ് റിഫ്ലെക്സീവ്. ഇനി ആർ സിമെട്രിക് ആണോ നോക്കാൻ, ബുക്ക് എക്സ് ആൻഡ് ബുക്ക് വൈ ഹാവ് സെയിം നമ്പർ ഓഫ് പേജസ്, അഥവാ എക്സ് വൈ ഉണ്ട്. എക്സിനും വൈക്കും ഒരേ പേജ് നമ്പറാണ്, അപ്പോൾ വൈക്കും എക്സിനും ഒരേ പേജ് നമ്പർ തന്നെയല്ലേ. നേരെ തിരിച്ച് then we can say that book y and book x have the same number of എക്സിനും വൈക്കും അതേ ബുക്ക് തന്നെയല്ലേ, മറ്റതും വൈക്കും എക്സിനും ഒരേ പേജ് നമ്പർ തന്നെയല്ലേ. അപ്പോൾ നമുക്ക് പറയാം എക്സ് വൈ ബിലോങ്സ് ടു ആർ ആണ്, അതേപോലെ തന്നെ വൈ എക്സ് ബിലോങ്സ് ടു ആർ ആണ്. ആർ ഇസ് സിമെട്രിക്. ഇനി ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സും വൈയും, ഓക്കെ, എക്സിനും വൈക്കും സെയിം നമ്പർ ഓഫ് പേജ് ആണ്, വൈക്കും സെഡിനും സെയിം നമ്പർ ഓഫ് പേജ് ആണ്. എക്സിന് ഒരു 10, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സിന് 10 പേജ് ആണെന്ന് കരുതുക, എക്സിന് 10 പേജ് ആണെന്ന് കരുതുക, വൈക്കും 10 പേജ് ആണെന്ന് കരുതുക. അപ്പോൾ വൈക്ക് 10ഉം സെഡിനും 10, അപ്പോൾ എക്സിനും സെഡിനും 10 ആയില്ലേ. എക്സും വൈക്കും ഒരേ നമ്പറാണ്, വൈക്കും സെഡിനും ഒരേ നമ്പറാണ്, അപ്പോൾ എക്സിനും സെഡിനും ഒരേ നമ്പർ ആയില്ലേ അല്ലേ. ദെൻ ബുക്ക് എക്സ് ആൻഡ് സെഡ് ഹാവ് ഓൾസോ ദ സെയിം നമ്പർ ഓഫ് pages. അപ്പോൾ hence we can say that xy belongs to r, yz belongs to r and xz belongs to r. അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഇത് മൂന്നും കൂടി ആയതുകൊണ്ട് r is reflexive, symmetric and transitive. Therefore it is an equivalence relation. r is an equivalence relation.